ചേർത്തലയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ ജി സുധാകരനെ വിമർശിച്ചും കെ സുധാകരനെ പുകഴ്ത്തിയും മന്ത്രി സജി ചെറിയാൻ. കെ സുധാകരന്റെ രാഷ്ട്രീയ ധാർമ്മികത ജി സുധാകരൻ ഇല്ലെന്നാണ് സജി ചെറിയാന്റെ വിമർശനം. കെ സുധാകരന് സീറ്റ് കിട്ടിയില്ല, പക്ഷെ അദ്ദേഹം പാർട്ടിയെ ചതിച്ചില്ല. ജി സുധാകരൻ പാർട്ടിയുടെ ചങ്കിൽ കുത്തി രാഷ്ട്രീയ വഞ്ചന കാണിച്ചു, എന്നാൽ കെ സുധാകരൻ ആ വഞ്ചന കാണിച്ചില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു. അത് വല്ലാത്തൊരു താരതമ്യമായി പോയി. കേൾക്കാം. ഇടക്കിട്ട് ചതിക്കുകയല്ല പാർട്ടിയോട് ചെയ്യേണ്ടത്, പാർട്ടിയുടെ ചങ്കിൽ കുത്തരുത്. അതാണ് നമ്മുടെ നാട്ടിൽ കാണേണ്ടത്. അങ്ങനെ കുത്തിയവരെയൊക്കെ കൂട്ടുപിടിച്ച് കേരളത്തിൽ UDF ജയിക്കുമെന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ അത് സംഭവിക്കില്ല. വഞ്ചനയല്ലേ കാണിച്ചത്? ഞാൻ ചോദിക്കട്ടെ, കെ സുധാകരൻ കാണിച്ചില്ലല്ലോ ആ വഞ്ചന. അതാണ് രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്നത്. എനിക്ക് സീറ്റ് കൊടുത്തില്ല, വലിയ പ്രശ്നമായി, പൊട്ടിത്തെറി ഉണ്ടായി, മത്സരിക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവസാനം കീഴടങ്ങി. മനീഷ് മഹിപാലുണ്ട്. മനീഷ് മഹിപാൽ, അത് ജി സുധാകരൻ കെ സുധാകരൻ ക്യാമ്പിലാണ് ഇപ്പോൾ. പക്ഷേ കെ സുധാകരനെയും ജി സുധാകരനെയും തമ്മിൽ താരതമ്യം ചെയ്തൊരു വല്ലാത്ത താരതമ്യമായി പോയി. എന്നാൽ പോലും സജി ചെറിയാൻ വിമർശനം വിട്ടിട്ടില്ല. ഇനി വരും ദിവസങ്ങളിലും സജി ചെറിയാൻ അടക്കമുള്ളവർ ഈ ജി സുധാകരനെതിരെ തുറന്ന വേദികളിൽ ആഞ്ഞടിക്കുമെന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? എന്താണ് അവസ്ഥ? എന്താണ് ഈ കമ്പാരിസൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മനീഷ് മഹിപാൽ, ഗുഡ് മോർണിംഗ്. ഡോക്ടർ അരുൺ, നിലവിൽ ഈ പ്രസംഗം നടത്തിയ സ്ഥലത്തിന് കൂടി പ്രത്യേകതയുണ്ട്. ഏത് മണ്ഡലത്തിൽ ഏത് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് സജി ചെറിയാൻ ഇങ്ങനെ ജി സുധാകരനെ ആഞ്ഞടിച്ചത് എന്ന്. കാരണം നേരത്തെ പി പ്രസാദ് നേരത്തെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു ജി സുധാകരൻ പാർട്ടി വിട്ട ഘട്ടത്തിൽ. അങ്ങനെ പക്ഷേ ഇന്നലെ ജി സുധാകരൻ പറഞ്ഞത് തന്റെ ശത്രുവല്ലാത്ത പി പ്രസാദ് തനിക്കെതിരെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചു. അതുകൊണ്ട് പി പ്രസാദിന്റെ മണ്ഡലത്തിലെത്തി വേറെ ഒരു മണ്ഡലത്തിലും താൻ പോയി പ്രസംഗിക്കില്ല. തന്റെ മണ്ഡലത്തിന് പുറത്ത് പോയി പ്രസംഗിക്കുക ചേർത്തലയിൽ മാത്രമായിരിക്കും. അങ്ങനെ ചേർത്തലയിൽ പോയി പി പ്രസാദിനെതിരെ പ്രചരണം സംഘടിപ്പിക്കുകയും പ്രസാദിനെതിരെ പ്രസംഗിക്കുകയും ചെയ്യുമെന്ന് ജി സുധാകരൻ ഇന്നലെ രാവിലെ പറഞ്ഞിരുന്നു. അതിനുശേഷം ഇന്നലെ വൈകിട്ട് നടന്ന ചേർത്തലയിലെ കൺവെൻഷൻ പരിപാടിയിലാണ് സജി ചെറിയാൻ ജി സുധാകരനെതിരെ ആഞ്ഞടിക്കുന്നത്. പാർട്ടിയുടെ ചങ്കിൽ കുത്തി പാർട്ടിയെ വഞ്ചിച്ചു എന്നാണ്. അതും കെ സുധാകരനോട് ഉപമിച്ചുകൊണ്ട്. കെ സുധാകരന് സീറ്റ് ലഭിച്ചില്ലെങ്കിലും അദ്ദേഹം പാർട്ടിയെ വഞ്ചിച്ചില്ല എന്ന തരത്തിലുള്ള അതിരൂക്ഷമായ വിമർശനം താരതമ്യപ്പെടുത്തലോടുകൂടി തന്നെയാണ് നടത്തുന്നതെന്നാണ്. ചങ്കിൽ കുത്തിയവരെ കൂട്ടുപിടിച്ച് കേരളത്തിൽ UDFന് വിജയിക്കാൻ കഴിയും എന്ന് UDF വിചാരിക്കേണ്ട, അങ്ങനെയുള്ള വ്യാമോഹങ്ങൾ വേണ്ട എന്ന തരത്തിലുള്ള വിമർശനങ്ങളുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ്, അതായത് നാളെ സജി ചെറിയാൻ പാർട്ടി വിട്ടാൽ തന്റെ ഭാര്യ പറഞ്ഞത് ഭാര്യ പോലും കൂടെ ഉണ്ടാവുകയില്ല. പക്ഷേ ജി സുധാകരന്റെ കാര്യത്തിൽ അങ്ങനെയല്ല, പുള്ളിയുടെ കൂടെ ഭാര്യ ഉണ്ടാകും എന്ന തരത്തിലുള്ള വ്യക്തിപരമായ വിമർശനങ്ങൾ കൂടി നിലവിൽ ജി സുധാകരനെതിരെ സജി ചെറിയാൻ നടത്തുന്നുണ്ട്. അങ്ങനെ ജി സുധാകരൻ കാണിച്ചത് രാഷ്ട്രീയ വഞ്ചനയാണ്, അധാർമികതയാണ്. കെ സുധാകരന് സീറ്റ് ലഭിക്കാഞ്ഞിട്ട് പോലും അദ്ദേഹം അങ്ങനെ കാണിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് യോഗത്തിലാണ് ഈ വിധത്തിൽ പി പ്രസാദിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ യോഗത്തിലാണ് സജി ചെറിയാൻ ജി സുധാകരനെതിരെ ഈ വിധത്തിൽ ആഞ്ഞടിച്ചത്. കെ സുധാകരൻ കാണിച്ച രാഷ്ട്രീയ ധാർമ്മികത പോലും ജി സുധാകരൻ കാണിച്ചില്ലല്ലോ എന്നാണ് സജി ചെറിയാൻ കൺവെൻഷനിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ അമ്പലപ്പുഴയിൽ ജി സുധാകരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുകയാണ്. താൻ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് എന്ന് ജി സുധാകരൻ ഇന്നലെ പരസ്യമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് അമ്പലപ്പുഴയിൽ. പക്ഷേ ഇന്നലെ ജി സുധാകരൻ നടത്തിയ വാർത്താ സമ്മേളനം സംഭവം ആകെ അങ്ങ് അലങ്കോലമായിപ്പോയി. അത് മാധ്യമപ്രവർത്തകരും ജി സുധാകരനും തമ്മിലുള്ളൊരു വാക്കുതർക്കമായിട്ട് പരിണമിക്കുന്ന സാഹചര്യം ഉണ്ടായി. ജി സുധാകരൻ പറയാൻ വളരെ പ്രസക്തമായ ചില കാര്യങ്ങളൊന്നും അതുകൊണ്ട് തന്നെ വാർത്താമാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ചർച്ചയാവുമെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ നമുക്കൊപ്പം തുടരുന്നുണ്ട് നിലവിൽ മനീഷ് മഹിപാൽ. മനീഷ, ജി സുധാകരൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇന്നിപ്പോ ഇതുവരെയും ജി സുധാകരനോ കോൺഗ്രസോ അങ്ങനെ അമ്പലപ്പുഴയിൽ ഒരു വലിയ ഓളം ഉണ്ടാക്കിയിട്ടില്ല. ഇന്നു മുതൽ ഓളം വെട്ടി തുടങ്ങുമോ അമ്പലപ്പുഴയിൽ? അതെ അരുൺകുമാർ, അതായത് കോൺഗ്രസിനൊപ്പം ചേർന്ന് നടത്തുന്ന ജി സുധാകരന്റെ പ്രചരണം കൊഴുക്കുമോ എന്നതാണ് നമുക്കിന്ന് കാണേണ്ടത്. ഇന്ന് കളക്ടറേറ്റിലെത്തി 12 മണിക്ക് ജി സുധാകരൻ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിന് മുൻപായി തന്നെ ആലപ്പുഴ EMS സ്റ്റേഡിയത്തിന് മുൻപിൽ നിന്ന് പ്രകടനമായി തന്നെ പിന്തുണയ്ക്കുന്നവർക്കൊപ്പം കളക്ടറേറ്റിലേക്ക് എത്തും. അതിന് തൊട്ട് മുൻപ് 1 മണിക്കൂർ മുമ്പായിരിക്കും H. സലാം, മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി H. സലാം പുന്നപ്രയിലെ സമരഭൂമിയിലും അതിനുശേഷം വലിയ ചുടുകാട്ടിലും പുഷ്പാർച്ചന നടത്തിയ ശേഷം അവിടേക്ക് എത്തുക. അതിനുശേഷമായിരിക്കും ജി സുധാകരൻ എത്തുക. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം ജില്ലയിലെ മണ്ഡലത്തിലെ തീരദേശ റോഡിലൂടെ ജി സുധാകരൻ ഒരു റോഡ് ഷോ സംഘടിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ റോഡ് ഷോയിലൂടെ വ്യക്തമാകും ജി സുധാകരന്റെ ക്യാമ്പയിൻ വരുന്ന ദിവസങ്ങളിൽ എങ്ങനെ ഉണ്ടാകും. ജി സുധാകരന് കോൺഗ്രസും UDFും ലീഗും ഒക്കെ തന്നെ കൊടുക്കുന്ന പിന്തുണ എത്രത്തോളം ഉണ്ടാകുമെന്ന് ഇന്നത്തെ റോഡ് ഷോ വ്യക്തമാക്കും. അങ്ങനെ ഒരു
16 കിലോമീറ്റർ നീളുന്ന ജി സുധാകരന്റെ റോഡ് ഷോയിൽ ഉടനീളം ആളുകൾ പ്രസംഗിക്കാൻ കൂടി എത്തുമെന്നുള്ള, കോൺഗ്രസ് നേതാക്കൾ പ്രസംഗിക്കാൻ കൂടി എത്തുമെന്നുള്ള വിവരം ലഭ്യമായിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത ഇന്നത്തെ ദൃശ്യങ്ങളിൽ വ്യക്തമാവുക, ജി സുധാകരൻ ഇന്ന് ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് നാമനിർദ്ദേശ പത്രിക കൊടുക്കാനായി നടന്നു കയറുമ്പോൾ അദ്ദേഹത്തിന് ചുറ്റും കോൺഗ്രസിന്റെയും ലീഗിന്റെയും പതാകകൾ ഉണ്ടാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി ജി സുധാകരൻ അത്തരം കാര്യങ്ങളെ പ്രതിരോധിക്കാൻ, തന്റെ അനുജനെ കൊലപ്പെടുത്തിയവരുടെ കൂടാരത്തിലേക്ക് കയറി ചെന്ന ജി സുധാകരൻ എന്ന വിമർശനം ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി നടത്തിയ പ്രസ്താവന വീണ്ടും തിരുത്തി പറയേണ്ട രീതിയിലേക്ക് ജി സുധാകരൻ എത്തി. അങ്ങനെ കോൺഗ്രസിന്റെ പ്രാദേശിക ഘടകം പോലും ജി സുധാകരനുമായി സഹകരിക്കാത്ത സന്ദർഭത്തിലാണ് തിരുത്തിയും. ഒപ്പം തന്നെ മിനിഞ്ഞാന്ന് രാത്രിയിലാണ് ആദ്യമായി കോൺഗ്രസ് പ്രവർത്തകർ, പ്രാദേശിക അമ്പലപ്പുഴയിലെ പ്രവർത്തകർ ജി സുധാകരന്റെ വസതിയിലെത്തി പിന്തുണ ഉറപ്പിക്കുകയും ചെയ്തത്. പക്ഷേ ഇതുവരെയും മണ്ഡലത്തിൽ എവിടെയും ജി സുധാകരൻ ഒരു പോസ്റ്ററോ ബാനറോ ചുവരെഴുത്തോ ആരംഭിച്ചിട്ടില്ല. ഇന്ന് അത് ആരംഭിക്കുമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എച്ച് സലാമും ഒപ്പം തന്നെ സജി ചെറിയാനും ഇന്ന് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കും. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് എങ്ങനെയാണ് ജി സുധാകരൻ കോൺഗ്രസ് കൊടിക്കും ലീഗ് കൊടിക്കുമൊപ്പം പ്രചരണത്തിനിറങ്ങുന്ന കാഴ്ച എന്നുള്ളതാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടവരും ഇടതുപക്ഷ അനുഭാവികളും ഒട്ടും കാണാൻ ആഗ്രഹിക്കാത്ത ഒരു ചിത്രവുമായിരുന്നു അത്. എന്നാൽ കോൺഗ്രസിനും UDF-നും ജി സുധാകരനെ പോലെ ഒരു നേതാവിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നതിന്റെ ആശ്വാസത്തിലാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു വിസ്മയം തന്നെയാണ് ജി സുധാകരൻ. ആ ജി സുധാകരനെ മറുകണ്ഠം ചാടിച്ചെത്തിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയ രാഷ്ട്രീയമായിട്ടുള്ള ഒരു മേൽക്കോയ്മയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവിടെ അത് വോട്ടായിട്ട് പരിണമിക്കൂ എന്നുള്ളതാണ് കാര്യം. ജി സുധാകരനെതിരെ ശക്തമായൊരു വികാരം പാർട്ടിക്കുള്ളിലുണ്ട്. അതുകൊണ്ട് പാർട്ടിക്കുടിയിൽ വളരെ കൂടുതൽ വലിയ ആവേശമുണ്ട് എന്നുള്ളതാണ്. മറുഭാഗത്ത് ലീഗും കോൺഗ്രസും ജി സുധാകരനെ എത്രത്തോളം അംഗീകരിക്കുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാത്തിരുന്ന് കാണാം. ഇന്നത്തെ പ്രകടനം എന്തായാലും ഉഷാറാകുമെന്നുള്ളത് ഉറപ്പാണ്. താൻ ജനകീയ സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നതെന്നാണ് ജി സുധാകരൻ പറഞ്ഞത്. പക്ഷേ മാധ്യമങ്ങളുടെ ഇന്നലെ തർക്കിച്ചതും ഒക്കെ അത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മുതിർന്ന നേതാവാണല്ലോ.